സന്തോഷമാണോ? സന്തോഷമായോ? അമ്മ സന്തോഷമായിട്ടിരിക്കുന്നല്ലേ? ഇന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാമല്ലോ അമ്മയ്ക്ക്. കേട്ടോ, മഴയൊന്നും നനയത്തില്ല. അമ്മ പറഞ്ഞില്ലേ വെള്ളം എല്ലാം എന്റെ കട്ടിലേ വീഴുക, എനിക്ക് വെള്ളയിലൊന്നും കിടക്കാൻ വയ്യ. എനിക്ക് ഒരുപാട് സമയത്ത് അതിന്റെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി രജനിയും പ്രതീഷും ഗണേഷും അടക്കമുള്ള സഹപ്രവർത്തകർ ഇവിടെ എത്തുന്നത്. അവ ഈ വീടിന്റെ നൊമ്പരം, ആ വേദന, വീട്ടിലെ അമ്മമാരുടെ വേദന അവരുടെ സ്വന്തം വേദനയായി കണ്ടുകൊണ്ട് അവർ നടത്തിയിട്ടുള്ളൊരു പ്രവർത്തനം. തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും പരാജയപ്പെട്ടാലും ഞാൻ നിങ്ങൾക്ക് തന്ന വാക്ക് പാലിച്ചിരിക്കും. നിങ്ങളിനി സുരക്ഷിതമായി തന്നെ അന്തി ഉറങ്ങും. ഇത് ഒരു വീട്ടിലെ 4 അമ്മമാർക്കും 10 വയസ്സുള്ള ഒരു കുട്ടിക്കും BJPയുടെ സ്ഥാനാർത്ഥി നൽകിയ വാക്കാണ്. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു പോയിട്ടും പറഞ്ഞ ആ വാക്ക് പാലിച്ചിരിക്കുകയാണ് BJPയുടെ സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. കൊല്ലം അയത്തിൽ ഡിവിഷനിലായിരുന്നു BJP സ്ഥാനാർത്ഥിയായിട്ട് രജനി മത്സരിച്ചിരുന്നത്. രജനിയും പ്രവർത്തകരും വോട്ട് അഭ്യർത്ഥനയുമായി ബന്ധപ്പെട്ടാണ് ഈ അമ്മമാരുടെ വീട്ടിലേക്കും എത്തിയത്. മഴ പെയ്യുമ്പോൾ നനയാതിരിക്കാൻ ഞങ്ങളുടെ വീടിന്റെ മേൽക്കൂര ഒന്ന് മേഞ്ഞു തരുമോ എന്നായിരുന്നു വയോധികരായ ഈ അമ്മമാർ സ്ഥാനാർത്ഥിയോട് ചോദിച്ചത്. ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ആ വീടിനെ അപ്പാടെ മാറ്റി പുതുക്കി നല്ലൊരു ഭവനമായി തീർത്ത് അവർക്ക് സന്തോഷമായി താമസിക്കാൻ ഒരു ഇടമായി തീർത്ത് നൽകിയിരിക്കുകയാണ് BJP സ്ഥാനാർത്ഥിയും പ്രവർത്തകരും. ഈ വീട്ടില് വന്നപ്പോൾ ഈ അമ്മയെ ഇവരെ എല്ലാവരും വളരെ ദയനീയമായ സാഹചര്യത്തിലാണ് ഞാനിവിടെ കണ്ടത്. 1 or 2 പ്രാവശ്യം ഞാനിവിടെ വിസിറ്റ് ചെയ്തു. അപ്പോഴൊക്കെ അമ്മ എപ്പോഴും ഇവർക്കൊരു വിഷമോ, അവ എന്തൊക്കെ ചെയ്തിട്ടും ഈ വീട് അവർക്ക് മഴ പെയ്താൽ വെള്ളം പുറത്തു പോകത്തില്ല. ഇവരുടെ വീട്ടിൽ തന്നെയായിരുന്നു. ഇവർ മഴ ഇല്ലാത്ത സ്ഥലം നോക്കി മാറി മാറി കിടക്കുന്ന ഒരു ഇതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴ് എനിക്കും പോകുമ്പം നല്ല വിഷമം തോന്നി. അത് കണ്ടപ്പം എന്തെങ്കിലും എന്നോട് പറഞ്ഞു, മോളെ ഞങ്ങൾക്ക് മഴ നനയാതെ കിടക്കാനായിട്ട് കൂരയൊന്ന് മേഞ്ഞു തരാൻ പറ്റുമോ? അപ്പം ഞാൻ പറഞ്ഞു, ജയിച്ചാലും തോറ്റാലും ഞാൻ നോക്കാം അമ്മേ, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ പോയി. പക്ഷെ പിന്നീട് ഞാൻ പ്രതീക്ഷ എന്ന് പറഞ്ഞ നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ വിളിച്ചിട്ട് പ്രതീക്ഷ ഇതുപോലെ കാവുന്ന സൈഡിലൊരു കുറച്ച് അമ്മമാർ താമസിക്കുന്ന വീടുണ്ട്, അവരുടെ വീട് പോയെന്ന് കാണാൻ വളരെ ദയനീയ അവസ്ഥയാണ് അവർക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ അവരും എല്ലാം വന്ന് നോക്കി. അങ്ങനെ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയിലെ അംഗങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ച് പ്രവർത്തകരും നേതാക്കളും എല്ലാവരും സഹകരിച്ച് നമ്മളെ ഇവിടുത്തെ ഏരിയ, പിന്നെ നമുക്ക് പൊതുജനങ്ങളുടെ സഹായം ഒരുപാട് കിട്ടി. എല്ലാവരും നമ്മളെ സഹായത്താൽ അവർക്കിപ്പോൾ ഇന്നിപ്പം മഴയും ഒന്നും നനയാതെ കയറി കിടക്കാനൊരു ഇടം കിട്ടി. ഇന്ന് വളരെ പിന്നെ ശോചനീയ അവസ്ഥയിൽ കിടന്ന ഒരു റൂമാണ്. ഒരു പൊളിഞ്ഞ ഒരു കട്ടിലും പിന്നെ മറ്റേ സിമെൻ്റൊക്കെ തേച്ച ഒരു തറയായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഈ ഹാളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഈ വീട് കണ്ടു കഴിഞ്ഞാൽ. അപ്പൊ അതൊക്കെ നമ്മൾ വൃത്തിയാക്കി, കതവെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ കതവായിരുന്നു. ഈ കതവ് അത് ഈ ജനലെല്ലാം നമ്മൾ മെയിൻ്റനൻസ് ചെയ്ത്. പിന്നെ ഇവിടെ റൂമില്ലായിരുന്നു ശരിക്കും, ഇത് ഫുള്ള് ഒറ്റ ഇതായിട്ട് കിടന്നതാ. ഇതിനെ നമ്മൾ ഇത് ചെയ്ത് വാതിലൊക്കെ സെറ്റ് ചെയ്ത് കതവെല്ലാം നമ്മൾ ഇട്ടതാണ് ഈ കതവെല്ലാം. പിന്നെ അവിടെ ജനൽ ചെയ്ത് കൊടുത്തൊരു റൂമായിട്ട് അവർക്ക് പ്രൈവസി ആയിട്ട് നിൽക്കാനെ കൊണ്ട്. പിന്നെ കിച്ചൺ, ഇതെല്ലാം നിലനിന്ന വീടിനെ നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്തെടുത്ത് അത് ചെയ്തു വന്നപ്പോൾ ഭയങ്കര വ്യത്യാസമായി. പിന്നെ വെളിയിലോട്ട് അതൊന്നും ഇല്ലായിരുന്നു, അതെല്ലാം